ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. അതിനെ ശ്രീനാരായണ സ്മൃതി എന്നും പറയാറുണ്ട്. ശ്രീനാരായണ ധർമ്മത്തിലാണ് പഞ്ചമഹായജ്ഞത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. പഞ്ചമഹായജ്ഞത്തിൽ നല്ല പ്രാധാന്യത്തോടു കൂടിയാണ് പിതൃയജ്ഞത്തെക്കുറിച്ച് ഗുരു പറയുന്നത്. നമ്മളുടെ മരിച്ചു പോയിട്ടുള്ള പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞം, അതൊരു യജ്ഞമായിട്ടാണ് ഗുരു പറയുന്നത്. അരുവിപ്പുറത്ത് ഗുരു വരുമ്പോൾ ഇവിടെ വാവൂട്ട് യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിതൃക്കൾക്ക് വേണ്ടി വാവൂട്ടുന്ന ഒരു സംഘം, അതിനെയാണ് പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ പണ്ട് തുടങ്ങി ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ യജ്ഞം, ഈ ബലികർമാദികൾ ഒക്കെ ചെയ്തുകൊണ്ട് ഇരുന്നതാണ്. അരുവിപ്പുറത്ത് ശിവ സാന്നിധ്യമാണ്, ഏറ്റവും പുണ്യമായിട്ടുള്ള സങ്കേതമാണ്. നെയ്യാറ് നല്ല ശുദ്ധമായിട്ട് ഒഴുകുന്ന സ്ഥലമാണ്. ഗുരുദേവ വിശ്വാസികളും അല്ലാത്ത ഉള്ള ഈ പുണ്യ സങ്കേതത്തിൽ വന്ന് ബലിതർപ്പണാദികൾ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ അരുവിപ്പുറത്ത് ഈ പുണ്യദിനത്തിൽ എത്തിച്ചേരാറുണ്ട്. ഇപ്പോൾ ഈ വർഷം നമുക്ക് ജൂലൈ 24 തീയതിയാണ് കർക്കിടക വാവ് വരുന്നത്. ഇപ്പോൾ വെളുപ്പാങ്കാലത്ത് 5 മണി തുടങ്ങി നമ്മുടെ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഒരേ സമയം 500 പേർക്ക് ബലിയിടാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ തപസ് ചെയ്യുന്ന കാലത്തും പിന്നീടും ഒക്കെ ഈ ബലി തർപ്പണാദികൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഗുരു സൂചിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ഭക്തജനങ്ങൾ കൃത്യമായും ഇവിടെ വന്ന് മന്ത്രങ്ങളൊക്കെ ഏറ്റുചൊല്ലി നദിയിൽ മുങ്ങി പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് തൃപ്തരായിട്ട് മടങ്ങുന്നത്. തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോൾ ആണ് നമ്മളുടെ മാതാപിതാക്കളെയും പൂർവികരെയൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ ശുശ്രൂഷിച്ച് അതൊരു യജ്ഞമായി നമ്മൾ കാണേണ്ടത്. മരിച്ചതിന് ശേഷം നമ്മൾ അവർക്ക് വേണ്ടി ഇല്ലാത്ത വിശ്വാസവും ഭക്തിയുമൊന്നും പുലർത്തിയിട്ട് അർത്ഥമില്ലാതാണ്. അതുകൊണ്ട് ഗൃഹസ്ഥ ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്ന് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. അവർ നമ്മൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ത്യാഗം അനുഷ്ഠിച്ചവരാണ്. ആ ത്യാഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരോട് നമ്മൾ പെരുമാറാനായിട്ട്. ദൗർഭാഗ്യമെന്ന് പറയാം, ഇന്ന് പലപ്പോഴും പലരും വയസ്സാകുമ്പോൾ മാതാപിതാക്കളെ കറിയിലെ കറിവേപ്പില പോലെ പുറന്തള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. വൃദ്ധസദനങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ധാരാളം പല സ്ഥലങ്ങളിലും പൊങ്ങി വരുന്നുണ്ട്. വയസ്സാവുമ്പോൾ മക്കളൊക്കെ ഉയർന്ന നിലയിലായിരിക്കാം, ചിലത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകാം. പക്ഷേ ഫലത്തിൽ ഈ മാതാപിതാക്കൾ അനാഥരായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ പകൽ വീടും ഇങ്ങനെ പല പല പേരുകളിൽ വയസ്സാകുമ്പോൾ ആളുകൾ ടെൻഷൻ കൂടി എവിടെയെങ്കിലുമൊക്കെ പോയി സമയം കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ബലി തർപ്പണാദികൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം
സത്യസന്ധമായി അവരെ ശുശ്രൂഷിച്ചു, അവരെ സംതൃപ്തരാക്കി വിട്ടു. ഇതൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് പറ്റണം. കാരണം നമ്മളും ഒരു ദിവസം മരിച്ചു പോകും. അപ്പോൾ മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്? അപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറിയത് അവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വയസ്സാകുന്ന കാലത്ത് നല്ല രീതിയിൽ മക്കളുടെ ഒരു ശ്രദ്ധ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളും നമ്മുടെ പൂർവികരോട്, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ സത്യസന്ധത പുലർത്തി അവരെ ശ്രദ്ധിക്കണമെന്നാണ്. അല്ലാതെ മരണശേഷം മാത്രം നമ്മൾ വലിയ സദ്യയൊക്കെ നടത്തി അവർക്ക് ബലിയൊക്കെ ഇട്ട് ഹോമാദികളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ മിടുക്കനും മിടുക്കികളായിട്ട് നമ്മൾ മാറരുത്. അതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഈ കർക്കിടക വാവു ബലി സമയത്ത് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ അവർക്ക് തർപ്പണാദികൾ ചെയ്യാൻ. അപ്പോൾ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ജംഗ്ഷനാണ്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചു പോയവരോടുമുള്ള അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ്, ഒരു സ്പോട്ടാണ്. അതിനെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വേണം കർമ്മങ്ങൾ ചെയ്യാൻ. അതിന് ഏവർക്കും ശ്രദ്ധയുണ്ടാകട്ടെ. നമസ്കാരം.